നിങ്ങളുടെ മക്കൾ ഫോണിൽ കൂടി അല്ലെങ്കിൽ ടി വിയിൽ കൂടി എന്താണ് കാണുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നിസ്സാരമായി കരുതി വിട്ടുകളയുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ വികലമാക്കി കളയുന്ന ഒരു ചെറുപ്പക്കാരുടെ കെണിയിലാണെങ്കിലോ അവരുടെ ഭാവി നശിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തൊപ്പി എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല ഇത്. വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഇതുവരെ ഒരുമിച്ചുണ്ടായിരുന്ന MRC ഗ്യാങ് എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ രണ്ടായി അടിച്ചു പിരിയുന്നു. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ ഗുരുതരമായിട്ടുള്ള വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. ആ സമയത്ത് അവന്മാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകും. ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പെണ്ണിനാ അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ചു കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി അടിച്ച് നിൽക്കുമ്പോ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ചു കാണിച്ചപ്പോ ഇവൻ കൈ പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇവന്മാരെയൊക്കെ ഏറ്റവും കൂടുതലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഫോളോ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചു കുട്ടികളാണ് എന്നുള്ളതാണ്. വ്ളോഗിങ്ങിന്റെയും ലൈവ് സ്ട്രീമിങ്ങിന്റെയും ഒക്കെ മറവിൽ കേരളത്തിലെ വരും തലമുറയെ ലഹരിയിലേക്കും അശ്ലീലതയിലേക്കും തള്ളിവിടുന്ന തൊപ്പി ഗ്യാങ്ങിനെതിരെ ഒടുവിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. 24 ബ്രേക്കിംഗ്. യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരായ പരാതികൾ എറണാകുളം സൈബർ പോലീസ് കളമശ്ശേരി പോലീസിന് കൈമാറി. DCPയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആണ് നടപടി. അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സ്ത്രീവിരുദ്ധത തുടങ്ങിയ ചൂണ്ടിക്കാട്ടിയാണ് തൊപ്പിക്കെതിരായ പരാതികൾ. നോക്കിയത് വെറുമൊരു കേസ് മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ തത്സമയം കാണുന്ന യൂട്യൂബ് ലൈവുകളിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച് കഞ്ചാവ്, MDMA തുടങ്ങിയ മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ അത് മഹത്വവൽക്കരിക്കുകയും അതിൻ്റെ വിതരണ ശൃംഖലയുമായി ബന്ധപ്പെടുകയും ചെയ്തു. സ്ത്രീകളെയും പെൺകുട്ടികളെയും അങ്ങേയറ്റം അശ്ലീലമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും ദൃശ്യങ്ങളും പരസ്യമായി പങ്കുവച്ചു. മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ, ഭീഷണിപ്പെടുത്തൽ, ഇതൊക്കെയാണ് തൊപ്പിയും ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവരുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ. കേവലം വ്യൂസിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സംഘം ആളുകൾ എങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയെയും സാമൂഹിക സുരക്ഷിതത്വത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ ഒരു സംഭവം. ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ലൈവ് സ്ട്രീമിങ്ങിൽ ബ്ലർ ചെയ്ത രീതിയിൽ സ്വയംഭോഗം വരെ പ്രദർശിപ്പിച്ചു എന്നുള്ളത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ തൊപ്പിയും കൂട്ടാളികളും ചേർന്ന് കേരളത്തിലെ പ്രമുഖ പാട്ടുകാരനായ ഒരു സെലിബ്രിറ്റിയുടെ കുടുംബത്തിലെ അവിടെയുള്ള സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തു. അതിനെതിരെ ആ വ്യക്തി ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്ത്രീകളെ അങ്ങേയറ്റം ആഭാസകരമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഫോൺ ഓഡിയോ ക്ലിപ്പുകൾ ലൈവിലൂടെ പരസ്യമായി കേൾപ്പിക്കുന്നത് ഇവരുടെ ഒരു രീതിയായി മാറിയിരിക്കുന്നു. യൂട്യൂബ് സ്ട്രീമിങ്ങിൻ്റെയും ബ്ലോഗിങ്ങിൻ്റെയും മറവിൽ ഇവന്മാർ പരസ്പരം നടത്തുന്ന ചെളിവാരി എറിയലുകളിലും പകപോക്കലുകളിലും നിന്നാണ് കേരളത്തെ ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ പലതും പുറത്തു വന്നത്. വ്യൂസ് കൂട്ടി പണം സമ്പാദിക്കാൻ വേണ്ടി ഒരു തലമുറയെ മുഴുവൻ ഇവന്മാർ പണയപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മളിവിടെ കാണേണ്ടത് തൊപ്പി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ മാത്രമല്ല, അതിന് പിന്നിൽ വളർന്നു വരുന്ന ഒരു അപകടകരമായ സംസ്കാരത്തെയാണ്. കേരളത്തിലെ വരും തലമുറയെ ഒന്നടങ്കം യാഥാർത്ഥ്യബോധമില്ലാത്തവരായി മാറ്റുകയാണ് ഇത്തരം ആളുകൾ ഇതിലൂടെ ചെയ്യുന്നത്. അവിടെ നിയമങ്ങളില്ല, ധാർമ്മികതയില്ല, മാതാപിതാക്കളോട് ബഹുമാനമില്ല. ഞാൻ ചെയ്യും, എന്നെ ആരും ചോദിക്കാൻ വരേണ്ട എന്ന ആ വികലമായ ചിന്താഗതിയാണ് ഇവന്മാർക്കുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു യൂട്യൂബ് ലൈവിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കയറി വരുന്നത്. അവരിൽ 10ാം ക്ലാസ്സുകാരുണ്ട്, +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, 14 വയസ്സുകാരുണ്ട്, കോളേജ് വിദ്യാർത്ഥികളുണ്ട്. ഒരു വിനോദത്തിനായി അവിടെ കയറി വരുന്ന കുട്ടികൾ കേൾക്കുന്നത് അശ്ലീലമായ ഭാഷയും സ്ത്രീകളെ അധിക്ഷേപിക്കലും തെറിവിളിയും അസഭ്യതയും ഒക്കെയാണ്. പല കുട്ടികളും പിന്നീട് ഇതിനെ കൂളായി കാണാൻ തുടങ്ങുന്നു. ഇതാണ് ഏറ്റവും വലിയ അപകടം. ഒരു കുട്ടി ദിവസവും കേൾക്കുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന ഭാഷയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അത് സാധാരണമായി മാറുകയാണ്. ഒരു കുട്ടി ദിവസവും കാണുന്നത് ലഹരി ഉപയോഗത്തെ മാസായി ചിത്രീകരിക്കുന്ന വീഡിയോകളാണ് എന്നുണ്ടെങ്കിൽ
അവൻ്റെ മനസ്സിലത് ഒരു സ്റ്റാറ്റസ് സിംബോളായി മാറുകയാണ്. ഒരു കുട്ടി ദിവസവും കാണുന്നത് നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ആളുകളെ സെലിബ്രിറ്റികളായി ആഘോഷിക്കുന്ന സമൂഹമാണെങ്കിൽ നിയമം അവൻ്റെ കണ്ണിൽ തമാശയായി മാറുകയാണ്. ഇതാണ് അപകടം. കുട്ടികൾ ഇവരെ ഒരു റോൾ മോഡലായി കാണാൻ തുടങ്ങുമ്പോൾ അവർ ചിന്തിക്കുന്നത് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതും സ്ത്രീകളെ അശ്ലീലമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ മോശമായി സംസാരിക്കുന്നതും പരസ്പരം തെറി വിളിക്കുന്നതും യഥാർത്ഥ മാസെന്നാണ്. ഈ ചതുക്കുഴി തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരം. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് എന്തും വിളിച്ചു പറയാം. അശ്ലീലവും തെറിയും ലഹരി ഉപയോഗവും മഹത്വവൽക്കരിക്കാം. അതിലൂടെ ലക്ഷക്കണക്കിന് രൂപയും പ്രശസ്തിയും ഒക്കെ നേടാമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിൻ്റെ തുടക്കമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഓരോ കോപ്രായങ്ങൾ കാണിച്ച് ഇവന്മാർ നിങ്ങളെ വെച്ച് പണമുണ്ടാക്കുകയാണ്. ഇവന്മാരെയൊക്കെ റോൾ മോഡലാക്കാൻ ശ്രമിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട് എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നുപോകരുത്. നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ആരെയും നിങ്ങൾ റോൾ മോഡലാക്കുകയോ ഹീറോ ആക്കുകയോ ചെയ്യരുത്. യഥാർത്ഥ ഹീറോ, യഥാർത്ഥ റോൾ മോഡൽ അത് നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി, നിങ്ങളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ വേണ്ടി രാവും പകലൊന്നുമില്ലാതെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തുന്ന നിങ്ങളുടെ പിതാവ്, നിങ്ങളെ മാസങ്ങളോളം വേദനയോടുകൂടി നൊന്ത് പ്രസവിച്ച ഈ ലോകത്ത് മറ്റാരേക്കാളും നിങ്ങൾക്ക് കരുതലും സ്നേഹവും തരുന്ന നിങ്ങളുടെ മാതാവ്, അവരാണ് യഥാർത്ഥ ഹീറോ, ദ റിയൽ ഹീറോ. ഇനി ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളോട് കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാം. നിങ്ങളുടെ മക്കൾ മൊബൈൽ ഫോണിലൂടെ ആരെയാണ് കാണുന്നത്, എന്താണ് കാണുന്നത്, ആരെയാണ് അനുകരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അറിയുന്നുണ്ടോ? അവർ മുറിക്കുള്ളിൽ കഥകടച്ചിരുന്നു കൊണ്ട് അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർ എന്ത് ഉള്ളടക്കമാണ് ആസ്വദിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിക്കാറുണ്ടോ? കുട്ടികൾക്ക് പണവും വില കൂടിയ ഫോണുകളും വാങ്ങി നൽകിയാൽ മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഡിജിറ്റൽ ലോകം അത്രമേൽ അപകടം നിറഞ്ഞതാണ്. മക്കളോട് സംസാരിക്കുക, അവരുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുക. ദിവസവും കുറച്ച് സമയമെങ്കിലും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി സമയം മാറ്റിവെക്കുക. കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. ലഹരിയുടെയും തെറ്റായ സോഷ്യൽ മീഡിയ സംസ്കാരത്തിൻ്റെയും ഒക്കെ അപകടങ്ങൾ അവരെ സ്നേഹത്തോടുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മൂല്യബോധം വളർത്തുക. പണവും പ്രശസ്തിയും മാത്രമല്ല, ധാർമ്മികതയും മനുഷ്യത്വവുമാണ് ജീവിതത്തിൽ വലുതെന്ന് അവരെ നിങ്ങൾ പഠിപ്പിക്കുക. ഇനി ഇത്തരം ആളുകളുടെ വീഡിയോകൾക്ക് പുറകെ പോകുന്ന പുതുതലമുറയിൽപ്പെട്ട കുട്ടികളോടാണ്. നിങ്ങളെ ശാരീരികമായും മാനസികമായും തകർത്ത് അവരുടെ വ്യൂസ് കൂട്ടാൻ മാത്രമാണ് ഇത്തരം വികല മനസ്സുകൾ ശ്രമിക്കുന്നത്. നിങ്ങൾ അവരുടെ വീഡിയോ കാണുമ്പോൾ, കമൻ്റ് ഇടുമ്പോൾ, അത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത്. എന്നാൽ തിരിച്ച് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നുവെന്ന് മാത്രം. നിങ്ങളുടെ ചിന്താഗതികൾ മലിനമാകുന്നു എന്നുള്ളത് മാത്രം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ലഹരിയുടെയോ വിഷലിപ്തമായ സംസ്കാരത്തിൻ്റെയോ അടിമകളായി മാറുകയാണ്. അതുകൊണ്ടൊരിക്കലും ഇവന്മാരുടെയൊക്കെ പുറകെ പോയി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ലഹരി മാഫിയകളുടെ കെണിയിൽ വീഴാതിരിക്കുക. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ച സ്ഥിതിക്ക് ഇത്തരം ക്രിമിനലുകൾക്കെതിരെ മാതൃകാപരമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വഴിതെറ്റുന്ന യുവത്വത്തിന് ഈ പോലീസ് അന്വേഷണവും ഈ ചർച്ചകളും ഒരു വലിയ കണ്ണു തുറപ്പിക്കലാകട്ടെ.